ഹായ്. ഇന്ന് നമ്മളെ ഒരു സ്പെഷ്യലായിട്ടാണ് ഉണ്ടാക്കാൻ പോണത്. ഇന്ന് നമ്മളധികം ആരും കേൾക്കാത്തതും ഞാൻ കണ്ടിട്ടില്ല. അത് കണ്ടിട്ടുണ്ടെങ്കിലും ഇതുകൊണ്ട് ഇങ്ങനത്തെ സാധനം ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ഒരു അടിപൊളി ഐറ്റമാണ്, സൂപ്പർ. ഞാനിപ്പോൾ ഞാനല്ല ഉണ്ടാക്കണേ, എൻ്റെ അമ്മച്ചിയാണ് ഉണ്ടാക്കണേ. അമ്മച്ചിയുടെ അടുത്താണ് ഉണ്ടാക്കണേ. ഒരു സൂപ്പർ ഐറ്റമാണ്. നമുക്ക് അമ്മച്ചിയുടെ അടുത്തേക്ക് പോവാം. അമ്മച്ചിയുടെ അടുത്ത് പോയിട്ട് അവിടെ വെച്ചുണ്ടാക്കാം. അവിടെ കാണിച്ചു തരാം. അതിനൊപ്പം തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ഒന്ന് ലൈക്ക് അടിക്കണം, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഒരു കമൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായി അത് കമൻ്റ് ഇടാം. ഇതിലെന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അതും ഒന്ന് കമൻറ്റിൽ എഴുതണേ. അപ്പോൾ ഞാൻ വീട് എത്തിയിട്ടാണ്. ഇതാണ് നമ്മുടെ അപ്പച്ചന് ഭയങ്കര നാണാണ്. അപ്പച്ചനോട് ഞാൻ തല ഒന്ന് പൊന്തിച്ചിരിക്കുക പറഞ്ഞപ്പോൾ അപ്പച്ചൻ തല ഒന്ന് ഉയർത്തി നോക്കി. അത് കഴിഞ്ഞിട്ട് കുമ്പിട്ടു. അപ്പച്ചന് വീഡിയോയിലൊക്കെ വരാനായിട്ട് ഭയങ്കര മടിയാണ്. അപ്പോൾ അപ്പച്ചനെ അവിടെ അടുത്തൊരു വീട് നോക്കുന്നുണ്ട്. അവരൊന്നും അവിടെ ഇല്ല, അമേരിക്കയിലാണ് അവരൊക്കെ. അപ്പോൾ കുറച്ച് നാളത്തേക്ക് അപ്പച്ചനോട് നോക്കാൻ പറഞ്ഞേക്കാം. അപ്പോൾ അവിടെ നോക്കുന്ന സമയത്ത് അവിടെ കുറേ ചെറിപ്പഴം ഇങ്ങനെ താഴെ വീണ് കിടക്കുന്നുണ്ട്. താഴെ വീണ് പോവാണ് പഴുത്ത്. ഇപ്പോൾ അമ്മച്ചി നാളൊരു ദിവസം കുറച്ച് പൊട്ടിച്ചുകൊണ്ട് വന്നിട്ട് ഇത് അച്ചാറിട്ടിട്ട് എനിക്ക് തന്നു. അപ്പോൾ നല്ല ടേസ്റ്റ് തോന്നിയിട്ടാ. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി അന്നതൊരു വീഡിയോ ആയിട്ട് എടുക്കാം. ആർക്കെങ്കിലും ഉപകാരമാവട്ടെ. കാരണം ഇത് കുറേ വീടുകളുടെ ഫ്രണ്ടിൽ ഭംഗിക്കും ഒക്കെ ഇങ്ങനെ വെച്ചുണ്ടാക്കിയാണ് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പഴുത്ത് നോക്കിയിട്ട് വേണം നമ്മൾ പൊട്ടിക്കാനായിട്ട്. ഇപ്പം ഞാൻ അതിലൊരെണ്ണം പൊട്ടിച്ചത് കണ്ട, അങ്ങനെ ഒരെണ്ണമല്ല, പഴുത്തതായാലും ഈ മൂക്കാത്തതായാലും അതിൽ നിന്നൊരു തരം പശ വരും. ആ പശ പോവാനായിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് വയ്ക്കണം. ഞാൻ ഒരെണ്ണം തിന്ന് നോക്കിയിട്ടാ, ഭയങ്കര പുളി. ഇത് എഡിറ്റ് ചെയ്യുന്ന സമയത്തും എൻ്റെ വായിൽ നിന്ന് വെള്ളം വരണം അത് കണ്ടപ്പോൾ. അത് തിന്ന് നോക്കിയപ്പോൾ നല്ല പുളിയുണ്ട്. പക്ഷേ ആ പുളി രസമുള്ള പുളിയാണ്. ഞാനത് കഴിച്ചു, കുഴപ്പമില്ല. പക്ഷെ ഒരു പശയുണ്ടല്ലോ അതുമേ. അപ്പം അതിങ്ങനെ കഴുകിയിട്ട് അതിങ്ങനെ വെള്ളത്തിലിങ്ങനെ ഇട്ടു. അപ്പോൾ അതിനിങ്ങനെ വെള്ള കളറുള്ള പശ അങ്ങനെ വരും. ഒരു 15 മിനിറ്റ് വെള്ളത്തിലിടണം. ഇത് കണ്ടപ്പോൾ മേമ തൊഴിലുറപ്പിന് പോയിട്ട് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നപ്പോഴാണ് വീട്ടിലേക്ക് കയറിയപ്പോൾ മേമ അത് കണ്ടു. അപ്പോൾ ഒരു കഷ്ണം തിന്നു. മേമയ്ക്കാണെങ്കിൽ അത് തിന്നപ്പോൾ ഭയങ്കര പുളിയുണ്ടെന്ന് മേമ പറയുന്നുണ്ട്. പക്ഷെ മേമയുടെ മുഖത്ത് അത് കാണാനില്ല. ഇത് അമ്മച്ചി പിന്നെ അത് നുറുക്കി ഉപ്പിട്ടിട്ട് തിരുമ്പി വെച്ചു. അതിൻ്റെ ഇടയിൽ അമ്മച്ചി ചീഞ്ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ലെണ്ണ ഒഴിച്ച് ചൂടായിപ്പോൾ വെളുത്തുള്ളി അതിലിട്ടു. അധികം ഐറ്റംസുകളൊന്നും ഇല്ല കേട്ടോ. നമുക്ക് ഇതിൽ അധികം ചേർത്തൊന്നും വേണ്ട, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം. അത് അവിടെ മുരിയണ സമയത്ത് അമ്മച്ചി ഇപ്പുറത്തൊരു ചീഞ്ചട്ടി കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചൂടായപ്പോൾ അതിൽ കുറച്ച് കടുക് ഇട്ടു. കടുക് നന്നായി ഒന്ന് പൊട്ടിയിടുന്ന സമയത്ത് അമ്മച്ചി അപ്പോൾ തന്നെ കുറച്ച് ഉലുവയും കൂടി ഇട്ടിട്ട് അത് നന്നായി ഇളക്കി അമ്മച്ചിയുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒന്ന് പൊരിഞ്ഞ് വരണം എന്ന് പറഞ്ഞ അമ്മച്ചി. അപ്പോൾ ഞാൻ ചോദിച്ചു ഇതെങ്ങനെയാണ് എന്ന് ചോദിച്ചപ്പോൾ അമ്മച്ചി പറഞ്ഞത് അതൊന്ന് പൊരിഞ്ഞ് വരണം. ആ പൊരിഞ്ഞ് വരുമ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. അതൊന്ന് ചൂടാറി കഴിയുമ്പോൾ മിക്സിയിൽ അല്ലെങ്കിൽ നമ്മുടെ ചതക്കല്ലിൽ ചതച്ച് പൊടിച്ചെടുക്കാം. ഇതിങ്ങനെ നന്നായി മുരിഞ്ഞാറുണ്ട്, പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടും. അപ്പോൾ ഇത് മുരിഞ്ഞിട്ടുണ്ട്, നമ്മുടെ വെളുത്തുള്ളി മുരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുരിയുന്ന സമയത്ത് അമ്മച്ചിതേ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, മുളകും പൊടി ഇട്ടു. പിന്നെ നമ്മുടെ അച്ചാർ പൊടി ഒരു 2-3 ടീസ്പൂണ്. അമ്മച്ചിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പൂണ് കണക്കൊന്നുമില്ല. അമ്മച്ചിക്ക് അമ്മച്ചിയുടെ കണക്കാണ്. അത് കറക്റ്റായിരിക്കും. അവർ സ്ഥിരം ചെയ്യുന്ന ആൾക്കാർക്ക് അങ്ങനെയാണല്ലോ. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് അച്ചാർ ഉണ്ടാക്കാൻ വലിയ അറിവൊന്നുമില്ല കേട്ടോ. അപ്പോൾ നന്നായി ഇളക്കി ആ ഉപ്പും മുളകൊക്കെ തിരുമ്പി വെച്ചിട്ടുണ്ടായിരുന്ന ചെറി നന്നായി ഇളക്കി. അതിനോട് പിന്നെ കുറച്ച് വെള്ളം ഒഴിക്കണം കേട്ടോ. അമ്മച്ചി വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാനതെടുക്കാൻ ഞാൻ എടുക്കുമ്പോൾ അമ്മച്ചി ഒഴിച്ചു. അത് നന്നായി ആ പൊടിച്ച് വെച്ച പൊടിയും കൂടിയും വെള്ളം കൂടി ഒഴിച്ചിട്ട് തിളപ്പിച്ച് നന്നായി വേവണം. അത് കഴിഞ്ഞ് വെന്ത് കഴിയുമ്പോൾ അത് ഇറക്കി ചൂടാറി കഴിയുമ്പോൾ കുറച്ച് ചൊറുക്കിയും കൂടി ഒഴിച്ച് അതൊന്ന് ആറി കഴിയുമ്പോൾ നമുക്ക് അപ്പം തന്നെ കഴിക്കാം. 2 ദിവസമൊന്നും എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാനത് അപ്പം തന്നെ ഇട്ടു. അപ്പം തന്നെ ഇട്ടിട്ട് അങ്ങോട്ട് അടിപൊളി ടേസ്റ്റ്. ഞാൻ കഴിച്ചു നോക്കി. നല്ല രസമുണ്ട്.
നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഇപ്പോൾ അയൽവക്കത്തോ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചോ. ചീത്തയായി പോണ സാധനമല്ലേ, തരും, ചോദിച്ചാലും തരും ആൾക്കാർ. ചീത്തയായി പോണ സാധനമല്ലേ, അത് വാങ്ങിച്ച് നമ്മൾ ഇട്ട് നോക്ക്. ഇങ്ങനെ ടേസ്റ്റ്, അടിപൊളി ടേസ്റ്റാണ്.